ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് നേരെ ധനുഷ്കോടിക്ക് ബസ് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ധനുഷ്കോടി പോകാനായിട്ട് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കയറിയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. 8:30-ക്കാണ് ട്രെയിൻ വന്നിട്ട്. രാമേശ്വരത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അകത്ത് കയറിയിട്ട് സീറ്റ് പിടിക്കണം. ട്രെയിനിൽ ഇപ്പോൾ മധുരയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും രാമേശ്വരത്തേക്ക് 160 കിലോമീറ്ററാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി 12:45 ആകുമ്പോഴത്തേക്ക് ട്രെയിന് രാമേശ്വരത്ത് എത്തും. അപ്പോൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ധനുഷ്കോടിക്കുള്ള ബസ് പിടിക്കണം. അപ്പോൾ ഇവിടെ ബസ് കയറണം. 2-ാം നമ്പർ ബസ്സാണ്. അപ്പോൾ അതിനിപ്പോൾ വരാൻ വേണ്ടി ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്ര ആൾക്കാർ ഇനിയിപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുന്നില്ല. ഈ വണ്ടിയൊക്കെ ധനുഷ്കോടിക്ക് പോകാനുള്ള വണ്ടിയാണ്. ബസ്സിറക്കി വിട്ടടുത്തുനിന്ന് ആ ഒരു എൻ്റെ വരെ നടക്കാൻ ഇവിടുന്ന് കുറച്ചും കൂടി ദൂരമുണ്ട്. അപ്പോൾ അതുവരെ ഇനി നടക്കണം. നല്ല വെയിലാണ്. ഞാൻ ഇവിടെ എത്തിയ സമയത്ത് ഞാനൊരു ക്യാപ്പ് പിടിക്കാം. അതിൻ്റെ തണലിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചിരാം. മുന്നേക്ക് വരുമ്പോഴത്തേക്ക് ഇതേപോലെയാണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. നല്ല വെയിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ അതുപോലെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് ദൂരം വരെ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ട്. റോഡിലൊക്കെ നല്ല ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അത് നടന്നു പോകാൻ പോലും പറ്റാത്ത അത്രയും തിരക്കുണ്ട് കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. സാധാരണ നമ്മളെ ബീച്ചിലേക്ക് കാണുന്നത് സെറ്റിങ് കാണാം. അതുപോലെ ആ സൈഡിലേക്ക് ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ രാമേശ്വരത്ത് നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാൻ എന്തായാലും നമുക്കിപ്പോൾ എത്ര ഇതിൻ്റെ റേറ്റായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഉച്ചയായി. ഉച്ച കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ബസ്സായി കയറി ഇവിടെ എത്തിയ ഒരു സമയമായി. അത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നടന്നു പോയി കാണാനുള്ള ഇതേ പറ്റത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടവും ഒന്ന് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി എത്തുന്നതായി പാടായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. മാക്സിമം കാണാൻ പറ്റുന്ന അത്രത്തോളം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. പോകുന്ന ഓട്ടോയും കാറും മറ്റ് വണ്ടികളെല്ലാം തന്നെ തിരിച്ച് രാമേശ്വരത്തേക്കൊക്കെ പോകാനുള്ള വണ്ടികളാണ്. ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ട് വരും. അപ്പം ഞാനും ലാസ്റ്റ് ലാൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് ധനുഷ്കോടിയിലെ ആ ഒരു സ്തൂപത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് കാണാം. ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് മൊത്തത്തിൽ ഇനി ഒന്ന് ചുറ്റി നടന്നൊന്ന് കാണണം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നോട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം.
ഈ കാണുന്ന പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ ആ സുഹൃത്തിനടുത്തൊക്കെ ഒരുപാട് ആൾക്കാർ കയറി എൻ്റെ മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ആ സൈഡിലേക്കാണ് നമുക്ക് ശ്രീലങ്കയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ പദം വരെ വരാം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള വാഹനത്തിൽ വരികയാണെങ്കിൽ നമ്മൾ പാതി വഴിക്ക് അങ്ങനെയൊക്കെ ഇറക്കി വിടും. ഇതാകുമ്പോൾ ബൈക്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏറ്റവും ഇതുവരെ വരാം. പിന്നെ അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പോലീസൊക്കെ വന്നിട്ട് മുകളിലേക്ക് വിസിലടിച്ചിട്ട് അകത്തോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലൈറ്റ് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്നിട്ടുള്ള അതിൻ്റെ വ്യൂ നോക്കാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നു പോവാം. കുറച്ച് നേരം റോട്ടേ നടന്നുകൊണ്ട് ഈ ബീച്ചിൻ്റെ ഈ മണലുകൾ കുറിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി താഴെ വന്നു കേട്ടോ. ഇപ്പോൾ മണലിലേ നടക്കുന്നത് പുറക്കാട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ചെറിയ കുട്ടികളൊക്കെ ഇറങ്ങി നേരെ കടലിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഒരു പ്രശ്നമല്ല തോന്നുന്നു. എല്ലാവരും ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും കടലിലേക്ക് ഇറങ്ങുന്നില്ല. ഈ തേടിപ്പടേക്ക് നടന്ന് വീഡിയോക്കെ എടുത്ത് പോകും. നേരത്തെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കണ്ടാണ് ഈ ഒരു സംഭവം. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിന് വീഡിയോ എടുക്കാന്ന് വെച്ച് ഇത് എന്താണ് സംഭവം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇത് അറിയാത്തുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ നടന്ന് അവസാനം നമ്മൾ ലൈറ്റ് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനിയിപ്പോൾ കയറണം കേട്ടോ. അതുതന്നെ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണമെന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ആദ്യം കയറാം. അപ്പോൾ ഇവിടെ ടൈമിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവിടുത്തെ ടൈമിങ്. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാനുള്ള. ടിക്കറ്റ് എടുത്തിട്ട് കയറാമെന്ന് കഴിച്ചപ്പോൾ ഇത്രയും ആളുണ്ട്. അപ്പോൾ ഒരു ലിഫ്റ്റും ഉണ്ട്. ആ ലിഫ്റ്റിനാണ് ഇത്രയും വരെ ഇതിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ കയറാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. ഒരുപാട് ആളുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. കയറാൻ പറ്റുകയാണെങ്കിൽ കയറാം, അല്ലെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകളെ കാണാൻ കേട്ടോ. സൈഡിലൊക്കെ വണ്ടികളുണ്ട്. തിരിച്ചിപ്പോൾ ഇവിടെ ഈ ഷോപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എന്നാൽ ഒരു സൈക്ലോണൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് നടന്നു പോയി അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം. ഷോപ്പിൽ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന കാണാം കേട്ടോ. നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഈ സൈഡിലും അതുപോലെ തന്നെ അപ്പുറ സൈഡിലും ഇതേപോലെ ഷോപ്പുകൾ ഒരുപാടുണ്ട്. ഈ കാണുന്ന ആ ഒരു പള്ളിയാണ് സൈക്ലോണിലൊക്കെ തകർന്നു പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേ കാണാം. ഇതുപോലത്തെ ഒരു പാലം കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. തടിയാണ് കേട്ടോ ഈ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റിനും ഇതുപോലെ തന്നെ പലക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പലകയൊക്കെ നമുക്ക് നടന്ന് അകത്തേക്ക് പോവാം.
അപ്പോൾ 1964 ആ ഒരു ചുഴലിക്കാറ്റിലാണ് ഇങ്ങനെ ഇതൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് ആയത്. ഇവിടെ നമ്മൾ നേരത്തെ അവിടേക്ക് പോയപ്പോൾ ഉള്ള പോലെ തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാതിരിക്കാൻ പറ്റിയാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഈ പാലം ഇതിൻ്റെ ചുറ്റിനുമാണ് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ആൾക്കാർ കയറത്തില്ല. ആ സൈഡിലേക്ക് ബീച്ചിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയാണ്. എന്തായാലും നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്കൊന്നും പോകുന്നില്ല. रामर टेम्पल मेडिकल कॉलेज मेडिकल कॉलेज भी ഇതിൻ്റെ ഇപ്പുറ സൈഡാണ് കേട്ടോ. അപ്പോൾ ധനുഷ്കോടിയിലേക്കുള്ള ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതിന് എത്ര രൂപ ചിലവായി എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ മേഖലയിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.